സാറേ, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ കൈ കൊടുക്കാതെ ശ്രീലേഖ IPS തൻ്റെ അതൃപ്തി വ്യക്തമാക്കിയെന്നൊക്കെ മാധ്യമങ്ങൾ കുത്തിപ്പോകുന്നുണ്ട്. എന്താണ് അതിലെ ഒരു വസ്തുത? എന്താണെന്ന് വസ്തുതയെന്ന് ചോദിച്ചാൽ നമുക്ക് ശ്രീലേഖ എടുത്ത് ചോദിക്കണം. ശ്രീലേഖ എടുത്ത് ചോദിച്ചാൽ ശ്രീലേഖ പറഞ്ഞത് എനിക്ക് അങ്ങനെയില്ല, ഞാൻ ശീലിച്ച ഒരു ശീലം, അതായത് പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രോട്ടോക്കോൾ ലംഘിക്കാൻ ഞാൻ 30 കൊല്ലം ശീലിച്ചിട്ടില്ല. ഞാനിരുന്ന കസേരയുടെ അവിടെ നിന്നു, അല്ലാതെ അങ്ങനെ ചെല്ലുന്ന അവസ്ഥയില്ല. രാഷ്ട്രീയക്കാരുടെ രീതികൾ എനിക്ക് പരിചയമില്ല, ഞാൻ രാഷ്ട്രീയത്തിലല്ലായിരുന്നല്ലോ ഇത്രയും ദിവസം എന്നാണ് അവർ പറഞ്ഞത്. അതിന് പക്ഷേ ഇതിനകത്ത് വല്ലാതെ ഒരു പ്രയാസം മാധ്യമങ്ങൾക്കുണ്ട്, മാപ്രകൾക്ക്. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മോദി വരുന്നതിന് മുമ്പ് തന്നെ മോദിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവ്, അല്ലെങ്കിൽ ആ വരവിനകത്തെ ശോഭ കെടുത്താൻ മാധ്യമങ്ങൾ രാവിലെ തുടങ്ങിയിരുന്നു. അത് നമ്മൾ രാവിലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. രാവിലെ VV രാജേഷിനെ ഒഴിവാക്കിയെന്ന വാർത്തയാണ് ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. അത് ഒരുപക്ഷെ ഇന്നും മാധ്യമങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരുന്നപ്പോൾ നരേന്ദ്രമോദിയുടെ ഇടപെടലും VV രാജേഷിനെ കെട്ടിപ്പിടിച്ചതും ആശാനാഥിൻ്റെ കാലത്തൊട്ട് തൊഴുതും ഒക്കെ കണ്ടപ്പോൾ ഇനി അതിനകത്ത് പ്രസക്തിയില്ല, സ്കോപ്പില്ലെന്ന് കണ്ടപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ കണ്ടെത്തിയ 2 വാർത്തകളാണ്. ഈ മാധ്യമങ്ങളുടെ BJPയോടുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. 1, ശ്രീലേഖ മാറി നിന്നു. 2, സുരേന്ദ്രൻ്റെ കയ്യെ മോദി പിടിച്ചില്ല. അപ്പം മതിയാലോ സുരേന്ദ്രൻ BJPക്കകത്ത് വിഭാഗീയത ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തയാണ് ഇന്ന് വരുന്നത്. അപ്പം ശ്രീലേഖ മാറി നിന്നത് എവിടാണെന്നുള്ള കാര്യം മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. ശ്രീലേഖയ്ക്ക് മാറി നിൽക്കാനും ഇവർക്ക് നോട്ട് ചെയ്യാനും അവസരമുണ്ടാകുന്ന രീതിയിലേക്ക് പ്രധാനമന്ത്രിയുടെ സ്റ്റേജിൽ ശ്രീലേഖ ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രോട്ടോകോൾ ഏറ്റവും വലിപ്പത്തിലുള്ളതും ആരൊക്കെ വരണമെന്ന് വളരെ കൃത്യമായിട്ട് തീരുമാനിക്കുന്നതുമായിട്ടുള്ള, അല്ലെങ്കിൽ ആ സംവിധാനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. ധാരാളം കൗൺസിലർമാരും വളരെ കൂടുതൽ വൈസ് പ്രസിഡന്റുമാരും ഒക്കെ BJPക്കുണ്ട്. ആ സ്ഥാനത്ത് BJPയുടെ മുൻനിരയിൽ ഈ 50 കൗൺസിലർമാരിൽ മേയറും ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയറും കൂടാതെ ശ്രീലേഖ വന്നിട്ടുള്ളതിനെപ്പറ്റി ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ലല്ലോ. ശ്രീലേഖ അവിടെ നിന്നത് അവരുടെ താല്പര്യം. പിന്നെ ചില മാധ്യമങ്ങൾ അവരുടെ ബോഡി ലാംഗ്വേജ് മോശമാണ്, അവരുടെ മുഖം മോശമാണ്, മ്ലാനമായിട്ടിരിക്കുന്നതാണ്. ഇവരൊക്കെ തോന്നുന്നു ശ്രീലേഖയുടെ ബോഡി ലാംഗ്വേജും മുഖത്തിൻ്റെ വ്യത്യാസവും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രീലേഖയുമായിട്ട് ഇടപഴകുന്ന, അല്ലെങ്കിൽ വളരെ കൊല്ലത്തെ പരിചയമുള്ളതുപോലെ പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞ അരുൺകുമാറിൻ്റെയും അല്ലെങ്കിൽ ചില മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഒരു വ്യഗ്രത എന്ന് പറഞ്ഞാൽ, ഇന്നലെ നരേന്ദ്രമോദി അവിടെ വന്നു. കാരണം ഇവിടെ BJPയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു തേരോട്ടം, അത് ഒരുപക്ഷെ നരേന്ദ്രമോദി വന്ന് അതിനാക്കം കൂട്ടിയാൽ അത് അവർ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. വളരെ കാലം കൊണ്ട് BJP ഉണ്ടായിരുന്നിടത്ത് ഒരുപക്ഷെ അത് ഫലപ്രദമാക്കാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥ ഇത്രയും കാലം ഉണ്ടായിരുന്നിടത്ത് അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി. ഒരുപക്ഷെ അവിടെ അമിത്ഷായുടെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയും ഒക്കെ സ്വപ്നം, നിങ്ങൾ തുടങ്ങുന്നത് ഒരുപക്ഷെ ഞങ്ങൾ തുടങ്ങിയതുപോലെ ആവട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പരിചയം വെച്ച് പറയുമ്പോൾ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഇതുപോലെ കോർപ്പറേഷനിൽ നിന്നുമൊക്കെ തുടങ്ങിയതാണ് ഗുജറാത്തിൽ. അതാണിപ്പോൾ ഇന്ത്യയുടെ നെറുകയിലേക്ക് എത്തിച്ചേർന്നത്. അതേ രീതിയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരിടമാണ് തിരുവനന്തപുരം. ബാക്കി ഉള്ളിടത്തില്ലാത്ത BJP ഇവിടെ ഉണ്ട്, വളരെ കാലം മുമ്പേ ഉണ്ട്. ആ BJPയെ കൂട്ടിയോജിപ്പിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണം. താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുന്നതിന് ഏറ്റവും നല്ലത് പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിപ്പിക്കുന്നതാണ്. പഞ്ചായത്ത് വാർഡുകളിൽ നിന്ന് മത്സരിപ്പിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കിയാൽ, മേയറാക്കിയാൽ, ഏതാണ്ട് 5ഓളം നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന ജനപ്രതിനിധികളെ ഉപയോഗിച്ച് ആ നിയമസഭയും ലോകസഭയും ഒക്കെ പിടിക്കാമെന്നുള്ള ഒരു ഇതാണ്. അതവിടെ വർക്കൗട്ടായി. 10 കൊല്ലത്തിന് മുമ്പ് ഒരുപക്ഷെ ഈ പറയുന്ന അമിത്ഷാ പറഞ്ഞ കാര്യം ഇപ്പം വർക്കൗട്ടായി. ഇനിയും ആ ഷോക്കേസ്, അതൊരു ഷോക്കേസ് ആക്കിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നത് കണ്ട് BJP കൊള്ളാമല്ലോ. ഇപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞു BJP കൊള്ളാമല്ലോ എന്ന് പലരും തിരിച്ചറിഞ്ഞ് BJPക്കകത്ത് ഒരിക്കലും വരാത്ത ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലും, അല്ലെങ്കിൽ ലാറ്റിൻ കാത്തോലിക്സ് പോലും അതിനകത്തോട്ട് വരുന്നു. ഇതിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്ത ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു വെപ്രാളമാണ് ഈ മാധ്യമങ്ങൾക്കുണ്ട്. മാപ്രകളുടെ ഒരു കരച്ചിൽ. നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറയേണ്ടി വരും. CPMനകത്ത് മലയാള മനോരമ പത്രമുണ്ട്. CPMനകത്ത് കുഴപ്പമില്ലെന്നോ CPM ക്ലിയർ ആണെന്നോ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കും. CPMനകത്ത് എപ്പോഴും മലയാള മനോരമ ഒരു വാഴ്ത്തപ്പെട്ടവനെ ഉണ്ടാക്കുമായിരുന്നു. ആരാ? ഒരു കാലത്ത് വാഴ്ത്തപ്പെട്ടവൻ ആരാ? VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ വാഴ്ത്തപ്പെട്ടവനല്ലാതെ മോശക്കാരനാണെന്ന് നമുക്കാർക്കും അഭിപ്രായമില്ല. അപ്പം VS അച്യുതാനന്ദൻ വളരെ കമ്മ്യൂണിസ്റ്റാണ്. VS അച്യുതാനന്ദൻ പറയുന്നതെല്ലാം ശരി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതൊക്കെ തെറ്റാണല്ലോ.
അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതൊക്കെ തന്നെ. അതിനുശേഷം അല്ലെങ്കിൽ നയനാരാണ് കമ്മ്യൂണിസ്റ്റ്, നയനാർ ഏറ്റവും നല്ല ആള്, അപ്പം ബാക്കിയുള്ളവരെല്ലാം മോശമാണല്ലോ. ഇത് തന്നെ ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ശ്രീലേഖ IPS നമ്മുടെ സുരേഷ് ഗോപിയുടെ ലൈനില്ല. ശ്രീലേഖ വരുമ്പോൾ ഇവർ കിടന്ന് വെപ്രാളം പിടിക്കുന്നത് എന്തിന്? ശ്രീലേഖ DGP ആണോ? അവർക്ക് അതിന് ശേഷം ഏത് പാർട്ടി പോകണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് പഞ്ചായത്തിൽ മത്സരിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അവരെ മേയറാക്കണമെന്ന് ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ മത്സരിപ്പിച്ച പാർട്ടി തീരുമാനിക്കാം. അതിനുശേഷം വിശദമായിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് അഭിപ്രായം ഉണ്ടാവില്ല. അവർ പറയുന്നത് എനിക്കിതൊന്നും കാര്യമല്ലെന്ന് പറയുന്നു. ഇതിനകത്ത് ഈ പറയുന്നത് പോലെ അവർക്ക് ആ പാർട്ടി ഒരു BJP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അവർ വൈസ് പ്രസിഡന്റ് ആക്കിയില്ലേ, വേദി കൊടുത്തില്ലേ, മോദി കയ്യെ പിടിക്കാത്തതിന് അവർക്ക് പരാതിയില്ലെന്നാണ് ഇപ്പം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പം ഇതിനകത്ത് BJPക്കകത്ത് അല്ലെങ്കിൽ BJPയുടെ തിരുവനന്തപുരത്ത് ഉള്ള തുടക്കത്തിൽ നിന്ന് BJPയുടെ വളർച്ച കേരളത്തിലുടനീളമാവുകയും MLA ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിന് അതിനകത്ത് കുത്തിത്തിരിപ്പ് ഇല്ലെങ്കിൽ അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് ജനങ്ങളുടെ ഇടയ്ക്ക് സംസാര വിഷയമാക്കുന്നതിന്, BJP എത്ര ഒന്നിച്ചു പോയാലും അതിനൊന്നിച്ചു പോകാൻ പറ്റത്തില്ലെന്ന് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് പകരുന്നതിന് വേണ്ടിയുള്ള മാപ്രാപ്പണി മാത്രമാണിത്. അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതായത് ശ്രീലേഖ കരഞ്ഞതോ സുരേന്ദ്രൻ്റെ കയ്യെ പിടിക്കാത്തതോ ഒന്നല്ല വിഷയം. ഇപ്പം ഈ വലിയ VIP ലോഞ്ച് അല്ലെങ്കിൽ വാതിലിലൂടെ കയറി വന്നിട്ട് വളരെ കൃത്യമായിട്ട് നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും അനുവാദമില്ലാത്ത പാർട്ടി നേതാക്കന്മാരായാലും SPGക്ക് ഒന്നുമല്ല, അവർ നിൽക്കുന്നിടത്ത് ഈ കസേര ഇട്ട് കൊടുത്താൽ ആ കസേരയിൽ ഇരിക്കണം. കസേരയെ നീറ്റ് പ്രധാനമന്ത്രി അടുത്ത് വരാൻ പറ്റത്തില്ല. അറിയോ? ഇവർക്ക് സാധാരണക്കാരന് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം. പ്രധാനമന്ത്രിക്ക് നീറ്റ് അങ്ങോട്ട് പോകാം. അതുപോലെ പ്രസംഗത്തിന് സമയം കൊടുത്തിട്ടുണ്ട്. അത് VVIPകളുടെ എല്ലാം ഉണ്ട്. അതിനപ്പുറം പ്രസംഗിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ കയറുമ്പം RC ആണെങ്കിൽ പോലും കയ്യിൽ പാസ്സല്ലാതെ ഒരു പേപ്പർ പോലും വെക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ RC ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നോ അല്ലെങ്കിൽ മറ്റ് ഗവർണർ ഉണ്ടോ മറ്റേ അതൊന്നുമല്ല. അത് ഉത്തരവാദിത്തമാണ് SPGയുടെ ഉത്തരവാദിത്തമാണ്. കാരണം അവർക്ക് അവിടെ VIP ആയിട്ടുള്ളത് പ്രധാനമന്ത്രി മാത്രമാണ്. VVIP ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുരക്ഷ മാത്രമാണ് അദ്ദേഹത്തിന് പ്രശ്നം. അപ്പം അതൊക്കെ അറിയാവുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടോ ഒരുപക്ഷെ അവരുടെ ഒരു രീതി വെച്ചിട്ട് അവർ മര്യാദക്കാരിയായിരിക്കും. അവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് തെല്ലുന്നതിനോ വിരകുന്നതിനോ താല്പര്യമില്ലായിരിക്കും. അവർക്ക് ഫ്രണ്ട് റോയിൽ സീറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ ഫ്രണ്ട് റോയിൽ സീറ്റ് കൊടുക്കണമെങ്കിൽ BJP അവർ എത്തരത്തിൽ പരിഗണിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണമല്ലോ. പിന്നെ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി എണീറ്റ് നടന്നു പോകുന്ന സമയത്ത് എല്ലാവരെയും നിന്നു, അല്ലെങ്കിൽ തൊഴുതു, അല്ലെങ്കിൽ ഒക്കുന്നവരുടെ കയ്യെ പിടിച്ചു, അങ്ങനെ പോകുന്ന ഒരവസ്ഥ വന്നു. അതിനകത്ത് മേയറും ഡെപ്യൂട്ടി മേയറും പ്രത്യേകിച്ച് ആ ഫംഗ്ഷനകത്ത് അവരെ ഉയർത്തി കാണിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യമാണ്. മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ ഇരിക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ ഇവരെ കരുതേണ്ടത് അല്ല. സുരേഷ് ഗോപിയുടെ നേരത്തെ കല്യാണത്തിന് വന്നതിനില്ലേ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പേഴ്സണലി കാര്യത്തിന് പോലെ അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ ഉള്ളതിനെക്കാട്ടി കരുതൽ BJPയുടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായുടെ മോടെ കല്യാണത്തിന് അദ്ദേഹം പോയില്ല. കാരണം വേറെ ഒന്നും വെറുപ്പ് കൊണ്ടല്ല, പുള്ളിക്ക് സമയമില്ല. അതിനെക്കാട്ടി കൂടുതൽ അമ്മ മരിച്ചതിന് ശേഷം അമ്മയെ അടക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് 3 മണി തൊട്ട് പരിപാടിക്ക് വന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത്രയ്ക്ക് രാജ്യസ്നേഹവും അദ്ദേഹം ഏർപ്പെടുന്ന പ്രവർത്തനത്തിനകത്തും കൃത്യമായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ആ പ്രധാനമന്ത്രി ഈ പറയുന്നത് പോലെ പോകുമ്പോൾ കയ്യിൽ പിടിച്ചോ കാലെ പിടിച്ചില്ലോ എന്ന് പറഞ്ഞ് വാർത്തയാക്കുന്നത് ഒരു പക്ഷേ ശ്രീലേഖയോടുള്ള താല്പര്യം, ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തിയെ കോർണർ ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ അവർ BJPയുടെ വൈസ് പ്രസിഡന്റ് മാത്രം, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ പ്രതിനിധി മാത്രം, അവരുടെ പുറകിലൊന്നും. അപ്പം അവർക്കെന്തോ സ്റ്റാഫുണ്ട്. നാളെ കാലത്ത് അവരെവിടെയെങ്കിലും നിന്നാൽ ഒരുപക്ഷെ BJPക്ക് ഒരു MLA ഉണ്ടായേക്കാം, ജനങ്ങളുടെ സ്വാധീനം ഉണ്ടായേക്കാം. അപ്പം അതിന് അവരെ മാനസികമായിട്ട് മാറ്റം വരുത്തുക. അപ്പോൾ അവരിൽ പോസിറ്റീവായിട്ടുള്ളത് ഇപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അതിനകത്തൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ BJP പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ജനങ്ങളുടെയൊക്കെ സ്വാധീനമുള്ള ഒരു സ്ത്രീയാണെന്നുള്ളത്, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ത്രീയാണ്, അവരെ BJP പരിഗണിക്കുന്നില്ല, അവരെ തഴയുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു വിചാരം ജനങ്ങൾക്കിടയിൽ എത്തിച്ചാൽ ഒരുപക്ഷെ BJPക്ക് അത് ദോഷം ചെയ്യുന്നെങ്കിൽ ദോഷം ചെയ്യട്ടെ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇന്നലത്തെ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കുക. അല്ലാതെ മാപ്രകളുടെ ഒരു സ്നേഹം BJPയോടുള്ള ഒരു സ്നേഹം കൊണ്ടോ സുരേന്ദ്രനോടുള്ള ഒരു സ്നേഹം കൊണ്ടോ ശ്രീലേഖയുടെ ഉള്ള ഒരു സ്നേഹം കൊണ്ടോ ഒന്നും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അവരുടെ പണി ആർക്കോ വേണ്ടിയോ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ BJP വരുന്നതിനകത്ത് കഴിഞ്ഞ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒക്കെ ഒരു വെപ്രാളം കാണണം. BJP NSSനെ വിഴുങ്ങും. ആരെ വിഴുങ്ങുക? ഇയാൾക്കെന്തോടെ? ഇയാൾ അവിടെ നിന്ന് ഇയാൾ നടക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ. ഇതുപോലെ അവർ വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ സുകുമാരൻ നായരും കൂടെ പുതിയതായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. നേരത്തെ സഖ്യം ഉണ്ടായിരുന്നു, പൊളിഞ്ഞു പോയി. ഈ പുതിയ സഖ്യം ഇങ്ങനെ വരുന്നു, ഇതിനൊക്കെ നാളെ പ്രതീക്ഷ. അതിനകത്ത് ആര് വിരുങ്ങും? BJPക്കകത്തോട്ട് NSS പോയ ഉണ്ണി ബാലകൃഷ്ണൻ എത്ര സങ്കടം.
CPM-നകത്തോട്ട് പോയ ഉണ്ണി ബാലകൃഷ്ണൻ ദിവസം പോകണം, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തോട്ട് പോയ ഉണ്ണി ബാലകൃഷ്ണൻ ദിവസം പോകണം, അയാൾക്ക് മാധ്യമപ്രവർത്തനം നടത്തിയാൽ പോരെ. അപ്പം ഇതിനകത്തൊരു അജണ്ടയുണ്ട്. ആ ഭയക്കുന്നു BJP കേരളത്തിലെങ്കിലും വരാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ചില മാധ്യമ പുങ്കവന്മാരുടെ അജണ്ടയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തിരുവനന്തപുരത്ത്, അതായത് എനിക്ക് തോന്നുന്നു സാറേ, ഇതിനകത്ത് ഈ മാറിയ സാഹചര്യത്തിലെ മാധ്യമ പ്രവർത്തനം ഇത് വസ്തുത ഈ ഒരു കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ്സ് ഉറപ്പിക്കുക. പിന്നെ ആരുടെ നിന്നൊക്കെ കയ്യിൽ ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്. വാസ്തവത്തിൽ ഇവരുടെ സ്ഥാനം ഉറപ്പിക്കുക. ഇവർ വാസ്തവത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യാനല്ല പോകുന്നത്. ഇവർക്കിത് അറിയാം. വാസ്തവത്തിൽ അറിയാത്തവർ ഒരുപാട് പേരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അവർക്കറിയാം പിന്നെ ഇത് ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത്. പക്ഷേ ഈ ശ്രീലേഖ ഇങ്ങനൊരു സ്ഥാനത്തിരുന്നാണെന്നും പ്രോട്ടോക്കോൾ ഒക്കെ വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയാണെന്നും ഒക്കെ ഇവർക്ക് അറിയാമെങ്കിലും ഈ കുത്തിത്തിരിപ്പിന് സാറ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റെവിടെ നിന്നോ ഇവർക്ക് എന്തോ സഹായം കിട്ടുന്നുണ്ട്. ആ കുത്തിത്തിരിപ്പിന് ആരെയോ അസൽ ഇവർ ചെയ്യുന്നത് ഈ ഒരുതരം വിടുപണിയാണ്. പിന്നെ ഈ ഇടതു മുന്നണിക്ക് വേണ്ടിയുള്ള വോട്ട് ശേഖരണമാണ്, അല്ലെങ്കിൽ BJPക്ക് കിട്ടാനുള്ള വോട്ടുകളെ ഏതെങ്കിലും തരത്തിൽ അത് പിന്നെ തിരിച്ചു പറഞ്ഞ് മറ്റേ മുന്നണിയിലേക്ക് തന്നെ വിടുന്ന അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് വാസ്തവത്തിൽ. അതിനവർക്ക് എന്തൊക്കെ ലാഭം കിട്ടുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരക്കാരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ വിഷയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.